ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പത്തനംതിട്ടയിൽ ട്രിപ്പ് പോയതിൻ്റെ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ അടവി എന്ന് പറയുന്ന സ്ഥലത്ത് പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കോന്നി ആനക്കൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞാനേനെ കണ്ടു. അതിന് 3-4 വയസ്സെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല കുഞ്ഞ് അമ്പലക്കുളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ചെടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കയറിയുമ്പോൾ തന്നെ ഒരു കുഞ്ഞാനയുടെ ശില്പം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ ലുക്കാണ് അതിന് ശരിക്കും. പിന്നെ അവിടെ ദാണ്ട് ഒരു വലിയ ആനയുടെ ശില്പമുണ്ട്. റിയൽ ആനയെന്ന് നമ്മൾ പറയുള്ളൂ. അവിടെ നിങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനേനെക്കുറിച്ച്. ആനയുടെ തലയോട്ടി, അസ്ഥികൂടം, ഫുൾ എല്ല്, സ്കെൽട്ടൺ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ എലിഫൻറ്റ് മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറം തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞാൻ മറന്നു ഇത് ഏത് സ്ഥലമായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ തന്നെ കുറേ ആനയുടെ കുറേ കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പുറം ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രൂട്ടി, അതിന് 20 രൂപയായിരുന്നെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ 3 പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെളി ഇറങ്ങിയപ്പോഴത്തേ 3-4 ആനകൾ അത് ഇതുപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആനയുടെ പേര് ഈവ എന്നാണ്. എൻ്റെ വയസ്സ് 23 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആനയുടെ പേര് പ്രിയദർശിനി. പിന്നെ ഇത് മീന. അങ്ങനെ അതിൻ്റെയൊക്കെ പേരെഴുതി വയസ്സും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞാന നമ്മൾ കയറുന്നപ്പോൾ കണ്ട അതിൻ്റെ കുറേ വീഡിയോസിന് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കുസൃതിയാണ് ആൾ. അങ്ങനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊല്ലത്ത് തെന്മല എന്ന് പറയുന്ന പ്ലേസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. തെന്മല അവിടെ കല്ലട ഡാം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിവിടെ ഫുള്ളും മൊത്തം കുരങ്ങന്മാരായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. അതിൽ ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ മതിലിലും വണ്ടിയുടെ ഒക്കെ അടിയിലും അവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ഒരു ബസ്സിൻ്റെ അകത്തൊക്കെ അത് ആദ്യം കയറാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ഇതിന് അകത്തുനിന്ന് കുറേ പേര് ഒച്ച വെച്ചിട്ട് അത് ഇറങ്ങി ഇപ്പോൾ വണ്ടിയുടെ മണ്ടയിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ്. കുറേ കുട്ടികളൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറേ കുരങ്ങന്മാരൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അത് കാരണം ഇവിടുത്തെ ഞങ്ങൾ ഐസ്ക്രീം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ദേ ഡാമിൻ്റെ അവിടേക്ക് പോവുകയാണ്. കല്ലട ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ 110 സ്റ്റെപ്പ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ കയറി ഇതിപ്പോൾ ഞങ്ങൾ മുകളിൽ നിൽക്കുകയാണ്. ഇതുപോലെ ഞങ്ങൾ വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ നല്ല കാറ്റൊക്കെ വീശി നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ ചെറുതായിട്ട് വിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചേട്ടാ.